കാലചക്രം കറങ്ങി 4 നൂറ്റാണ്ട് പിന്നിടുമ്പോഴെല്ലാം രാമൻ വില്ലുചാരിയ ഇടമായ രാമവില്യം കഴകം പെരുങ്കളിയാട്ടപ്പെരുമയിലേക്ക് മിഴിതുറക്കുന്നു. അനേകായിരങ്ങളുടെ അനേകകാലത്തെ നിതാന്ത ജാഗ്രതയുടെയുള്ള പരിശ്രമങ്ങൾക്കൊടുവിൽ അഷ്ടദിനങ്ങളിലായി നടന്ന ഇഷ്ടദേവിയുടെ തിരുമംഗല്യവേളയിതാ കാലയവനികയ്ക്കുള്ളിൽ മറയാൻ സമയമായി. ഇന്ന് ശുക്ലപക്ഷത്രയോദശി തിഥിയിൽ മകം നക്ഷത്രം 2-ാം പാദത്തിൽ ഇടവം രാശിയിൽ കലശത്തറയ്ക്ക് മുന്നിൽ തിരുമുടിയണിഞ്ഞ ദേവി തിരുമുറ്റത്തെത്തി. അലങ്കരിച്ചൊരുക്കിയ കലശത്തിനും മംഗലക്കുഞ്ഞുങ്ങൾക്കുമൊപ്പം പള്ളിയറ വലം വെച്ച മാതാവ് അർദ്ധനാരീശ്വരി പടക്കത്തി ഭഗവതിയമ്മ അഷ്ടാദശ ആയുധങ്ങളുമേന്തി നടനമാടി 10,000-ങ്ങൾക്ക് ദർശന സൗഭാഗ്യമേകി ഇതാ തിരുമുടി താഴ്ത്തുകയായി. ഇതേ ജന്മത്തിൽ ഇനി ഈ തിരുമുറ്റത്ത് ദേവിയെ കാണാൻ കഴിയുമോ എന്ന ആശങ്കയുള്ള എത്രയോ ഭക്തജനങ്ങളിതാ ഈറൻ മിഴികളോട് ക്ഷേത്രനടയിൽ നിന്ന് യാത്രയാകാനൊരുങ്ങുന്നു. 4 നൂറ്റാണ്ട് കഴിഞ്ഞ് അവശേഷിക്കുന്ന ഭക്തർക്ക് വേണ്ടി ഇനിയും അമ്മയെത്തും. അതുവരെ എന്റെ ഈ അർദ്ധനാരീശ്വര രൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ച് നിങ്ങൾ കാത്തിരിക്കുക എന്ന് പറയാതെ പറഞ്ഞ് പടക്കെത്തിയ ദേവി കാണാമറയത്തേക്ക് യാത്രയാകുന്നു. കടൽ പോലെ അനന്തമായ ഏതോ യുഗമുഹൂർത്തത്തിൽ ആരംഭിച്ചൊരു സമുദായത്തിന്റെ കഥ ആര്യദേശത്ത് നിന്ന് പ്രയാണം ആരംഭിച്ച യാനപാത്രം പോലെ ഇനിയും ഒഴുകിക്കൊണ്ടേയിരിക്കും. പടക്കത്തി ഭഗവതിയും ദൈവപ്പൂമാരുതനും ഇടം വലം കുടിയിരിപ്പൂ തിരുപാർശ്വം മരക്കലക്കപ്പലറി വന്നവളെ പയ്യന്നൂർ കാർത്തികേയൻ ഇഷ്ടവരതേ പൂമാലേ പൂമാതേ വെൽക വെൽക രാമവില്യ കളിയാട്ടം വാഴ്ക വാഴ